വാർത്തകൾ വിശദമായി നോക്കാം. നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായർക്കും ശിക്ഷ വിധിക്കും. ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഗ്രീഷ്മ, പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഷാരോണിന്റെ കുടുംബം. ശിക്ഷാവിധി 11 മണിക്ക് വിവരങ്ങളുമായി വിനയ ചെയ്യുന്നുണ്ട്. വിനയ, ആ നിർണായക വിധി കാത്താണ്, ശിക്ഷാവിധി കാത്താണ് ഏവരും ഇരിക്കുന്നത്. 11 മണിക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷനും ഷാരോണിന്റെ കുടുംബവും അടക്കം പറഞ്ഞിരിക്കുന്നത്. ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഗ്രീഷ്മയും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് തീർച്ചയായും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസാണ് ഈ ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത്. അതിന്റെ അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന ഒരു വിധി, ശിക്ഷാവിധി എന്ത് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്തായാലും പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ അടക്കം ഇപ്പോൾ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടാതെ ഷാരോണിന്റെ കുടുംബം അടക്കം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ വാദപ്രതിവാദങ്ങൾ അടക്കം തന്നെ കോടതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ നിരവധിയായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ഈ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് ദയ നൽകരുത്, ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്, കൂടാതെ തന്നെ ഈ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീഷ്മ ഷാരോണിന്റെ പ്രണയത്തെയാണ് കൊലപ്പെടുത്തിയത് എന്നടക്കം വാദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ അല്ലെങ്കിൽ പ്രതിഭാഗം വാദിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഈ ശിക്ഷയിൽ ഇളവ് നൽകണം. ഗ്രീഷ്മയ്ക്ക് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, പഠിക്കാൻ മിടുക്കിയാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണം, ഗ്രീഷ്മയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഗ്രീഷ്മയ്ക്കെതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ളത് കൊണ്ട് ഒരു പ്രതിക്കും ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ നൽകാൻ പാടില്ല എന്ന ഉന്നത കോടതികളുടെ ഉത്തരവുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഭാഗം പ്രധാനമായും കേസ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഷാരോൺ പലപ്പോഴായി ഈ തന്നെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തു, കൂടാതെ സ്വകാര്യ ദൃശ്യങ്ങൾ അടക്കം തന്നെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളടക്കം ഈ കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിവാദങ്ങളായിരുന്നു ഈ കോടതിയിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ കേട്ട ശേഷമാണ് ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ നൽകുമെന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ കേരളക്കാരെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണോ ഈ പ്രതിക്ക് ലഭിക്കുക എന്ന് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഷാരോണിന്റെ കുടുംബത്തോട് സംസാരിച്ചപ്പോഴും പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് കോടതിയോട് വിശ്വാസമുണ്ട്, ഈ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ നൽകുമെന്നൊരു വിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന് തന്നെയായിരുന്നു ഈ ഷാരോണിന്റെ കുടുംബം അടക്കം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിധി അല്ലെങ്കിൽ എന്ത് ശിക്ഷ നൽകുമെന്നറിയാൻ വേണ്ടി ഈ കുടുംബം ഒട്ടാകെ ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ വധശിക്ഷ നൽകണമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ പ്രധാനമായി പ്രോസിക്യൂഷൻ വാദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന് തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെ എതിർത്തുകൊണ്ടായിരുന്നു ഈ സാഹചര്യ തെളിവുകൾ മൂലം മാത്രം ഇത്തരത്തിൽ ഈ പ്രതിക്ക് വധശിക്ഷ നൽകാൻ സാധിക്കില്ല എന്ന് പ്രതിഭാഗം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ കേസുകൾ അല്ലെങ്കിൽ ഈ വാദപ്രതിവാദങ്ങൾ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം കോടതി കേട്ടിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിലായിരിക്കും ഇന്നൊരു വിധി അല്ലെങ്കിൽ എന്ത് ശിക്ഷ നൽകുമെന്നതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം കേരളക്കാരെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കാര്യമാണ് 2021 ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നു. 2022 ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തുന്നു. പിന്നീട് അങ്ങോട്ട് ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന അല്ലെങ്കിൽ 2 വർഷത്തോളം നീണ്ടുനിന്ന കേസ്, അതിനെതിരെ ഈ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതിയെ സമീപിക്കുന്നു. എന്നാൽ അതെല്ലാം തന്നെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ നിരവധി അല്ലെങ്കിൽ 2 വർഷത്തോളം നീണ്ടുനിന്ന ഒരു കേസിനാണ് ഇന്നൊരു അന്ത്യം വരുന്നത്. ഈ ശിക്ഷ നൽകുമ്പോൾ എന്ത് ശിക്ഷ നൽകുമെന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമ്മളെല്ലാവരും തന്നെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യവും എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കൂടാതെ തന്നെ പ്രധാനമായും ഈ ഗ്രീഷ്മ അടക്കം കഴിഞ്ഞ ദിവസം ഈ വാദപ്രതിവാദങ്ങൾ നടന്ന സാഹചര്യത്തിൽ തനിക്ക് ലഭിച്ച അല്ലെങ്കിൽ പഠിക്കാൻ മിടുക്കിയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അടക്കം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യങ്ങളടക്കം തന്നെ ഗ്രീഷ്മ
കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളടക്കം തന്നെ ഇനി പരിശോധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ഗ്രീഷ്മയ്ക്കെതിരെ കൊലക്കുറ്റം പോലുള്ള വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ രണ്ടാം പ്രതിയായിട്ടുണ്ടായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയായിട്ടുള്ള സിന്ധുവിനെ കഴിഞ്ഞ ദിവസം ഈ തെളിവുകളുടെ അഭാവത്തോടെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവനെതിരെയും ഈ തെളിവ് നശിപ്പിക്കൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്രീഷ്മയ്ക്കും കൂടാതെ മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവനെതിരെയുള്ള ശിക്ഷയാണ് വിധിക്കുന്നത്. പ്രധാനമായും ഈ തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഏകദേശം 7 വർഷത്തോളം തടവാണ് ലഭിക്കുന്നത്. ഇനി അത് തന്നെയാണ് ലഭിക്കുക എന്ന കാര്യങ്ങളടക്കം തന്നെ ഇനി 11 മണിയോടെ തന്നെ മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ കുടുംബവും കൂടാതെ ഗ്രീഷ്മയെയും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ പ്രതികൾക്ക് ശിക്ഷ എന്ത് ശിക്ഷ വിധിക്കുമെന്നത് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആതിര, പിന്നെ അതുപോലെ തന്നെ നിർണായകമായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെയാണ്. വധശിക്ഷ, പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷനും കുടുംബവും അടക്കം ആരോപിക്കുന്നത്. ചെകുത്താന്റെ സ്വഭാവമാണ്. ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നിരുന്നതല്ലേ? തീർച്ചയായും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം തന്നെ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ സഹായിച്ചിരുന്നു. അത് തന്നെയായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ ആണെങ്കിലും കേസ് അന്വേഷിച്ച പോലീസ് ആണെങ്കിലും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൂടാതെ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പ്രതിയിലേക്ക് എത്താൻ കൂടുതൽ സഹായകരമായി ഈ തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ. കൂടാതെ തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് കൊണ്ടാണ് തങ്ങൾക്ക് ഈ പ്രതികൾ അല്ലെങ്കിൽ ഗ്രീഷ്മ അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചതെന്നടക്കം ഈ പ്രോസിക്യൂഷനും കൂടാതെ ഈ പോലീസ് അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം 2021 ഇരുവരും പ്രണയത്തിലാകുന്നു. കൂടാതെ 2022 ഇത്തരത്തിൽ ഷാരോണെ കൊലപ്പെടുത്തുന്നത്. ആദ്യം ഒരു ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ഈ ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി കുടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അത് പരാജയപ്പെടുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏകദേശം 11 ദിവസമായിരുന്നു ഷാരോൺ ആശുപത്രിയിൽ കിടന്നത്. ഇതടക്കം തന്നെ കൂടാതെ 11 ദിവസം ഈ ആശുപത്രിയിൽ കിടക്കുമ്പോഴും അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ അടക്കം പോലും ഇത്തരത്തിൽ ഗ്രീഷ്മയാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നൊരു കാര്യം പോലും ഷാരോൺ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പോലും തന്റെ പ്രണയിനിയെ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഷാരോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും. ആ കാര്യങ്ങളടക്കം തന്നെ കഴിഞ്ഞ ദിവസം ഈ വാദപ്രതിവാദങ്ങൾ നടന്ന സമയത്ത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഷാരോണിനെ മാത്രമല്ല കൊലപ്പെടുത്തിയത്, ഷാരോണിന്റെ പ്രണയത്തെയുമാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ എന്തായാലും കേസിൽ പരിഗണിക്കും. കൂടാതെ തന്നെ ആദ്യം ഈ കേസിന്റെ തുടക്കത്തിൽ ഗ്രീഷ്മ വ്യക്തമാക്കിയ ഒരു കാര്യം തനിക്ക് ഇത്തരത്തിൽ ഷാരോണെ കൊലപ്പെടുത്താൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് അതെല്ലാം തന്നെ തെളിയിക്കുകയായിരുന്നു. ഈ കേസിന്റെ ഭാഗമായി ഗ്രീഷ്മ ജയിലിൽ പോകുന്നു. 1 വർഷത്തോളം ഗ്രീഷ്മ ജയിലിൽ കടക്കുന്നു. അതിനിടയിൽ തന്നെ ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ആ സമയത്ത് പോലീസിന് നൽകിയ മരണമൊഴിയിലാണ് താൻ തന്നെയാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കുന്നു. ഇതെല്ലാം തന്നെ ഈ കേസിലെത്തിക്കാൻ അല്ലെങ്കിൽ കേസിൽ പ്രതിയിലേക്ക് എത്തിക്കാൻ നിർണായകമായി എന്ന് തന്നെയാണ് കണ്ടെത്തൽ. കൂടാതെ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെയും കൂടാതെ മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവനെതിരെയും അടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുന്നു. കൂടാതെ ഈ അമ്മാവനാണ് ഈ തെളിവ് നശിപ്പിക്കലും മറ്റുമായി കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോടതിയിൽ കേസ് വന്നപ്പോൾ രണ്ടാം പ്രതിയായിട്ടുണ്ടായിരുന്ന അമ്മ സിന്ധുവിനെതിരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു. മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവനെതിരെ ഈ തെളിവ് നശിപ്പിക്കൽ അടക്കം തന്നെ കുറ്റം ചുമത്തുകയായിരുന്നു. ഇന്നെന്തായാലും ഗ്രീഷ്മയുടെയും കൂടാതെ മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവന്റെയും കാര്യത്തിൽ അല്ലെങ്കിൽ ശിക്ഷയാണ് ഇന്ന് കോടതി വിധിക്കുന്നത്. ഒരു പക്ഷേ കേരളക്കാർ ഒട്ടാകെ നോക്കി നിൽക്കുന്ന ഒരു കേസ് എന്ന് പറയാം. കൂടാതെ ഈ ഷാരോണിന്റെ അമ്മ അല്ലെങ്കിൽ ഷാരോണിന്റെ കുടുംബത്തിലാണെങ്കിൽ പോലും അതൊരു വലിയ നഷ്ടമാണെങ്കിലും ഷാരോൺ ഇല്ലാത്തത് വലിയ ഒരു നഷ്ടമാണെങ്കിൽ കൂടി ഈ വിധി അല്ലെങ്കിൽ പരമാവധി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതിലൂടെ ഒരു ആശ്വാസമെങ്കിലും ലഭിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്ന ഒരു കേസിനാണ് ഇന്ന് അന്ത്യമുണ്ടാകുന്നത്. ഇനി എന്താണ് പ്രതികൾക്ക് ശിക്ഷ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ആതിര.
വിനയ, ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. കോടതി നടപടികൾ 11 മണിയോടെ ആരംഭിക്കും. വധശിക്ഷ തന്നെ വേണമെന്നാണ് കുടുംബവും പ്രോസിക്യൂഷനും പറയുന്നത്. അതുപോലെ തന്നെ ഷാരോണിന്റെ മാതാപിതാക്കൾ അടക്കം കോടതിയിൽ എത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ അമ്മയെ, രണ്ടാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടതിൽ തുടർ മേൽനടപടി സ്വീകരിക്കുമെന്നടക്കമുള്ള മേൽക്കോടതി അടക്കം സമീപിക്കുമെന്ന് കുടുംബം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കുടുംബം ഇപ്പോൾ എന്താണ് പറയുന്നത്? അതിനെന്തായാലും ഈ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഷാരോണിന്റെ കുടുംബം അടക്കം തന്നെ കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ കുടുംബം ഉന്നയിച്ച ഒരു കാര്യം, ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതോടെ ഈ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെ വെറുതെ വിട്ട നടപടിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു നേരത്തെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ അതിനുശേഷം ഷാരോണിന്റെ കുടുംബവുമായി സംസാരിച്ചപ്പോൾ ഇപ്പോൾ തങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊരു കാര്യമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ തങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം, അതാണ് ഇപ്പോൾ തങ്ങളുടെ ആവശ്യം. അതിനുശേഷം അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിനുശേഷം ആലോചിക്കും. ഇപ്പോൾ തങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഷാരോണിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഷാരോണിന്റെ സഹോദരൻ ഷിമോൺ അടക്കം തന്നെ നേരത്തെ ഇത് തന്നെയായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മ സിന്ധുവിനെതിരെയുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പിന്നീട് ചിന്തിക്കും, ഇപ്പോൾ തങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം. തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ വധശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അത് തന്നെയാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഈ കോടതിയിലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ദയ അർഹിക്കുന്നില്ല, ചെകുത്താന്റെ സ്വഭാവമാണ്, അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നൽകണം എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അറിയാതെ ചെയ്ത ഒരു കൊലപാതകമല്ല, ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ്. അതും ആദ്യത്തെ പ്രാവശ്യമല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യം ഒരു ജ്യൂസ് ചലഞ്ച് നടത്തുന്നു, കൊലപ്പെടുത്താൻ നോക്കുന്നു, എന്നാൽ അത് പരാജയപ്പെടുന്നു. അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രണയം നടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് അറിയാതെ നടന്ന ഒരു കൊലപാതകമാണെന്ന് പറയാൻ സാധിക്കില്ല. അറിഞ്ഞുകൊണ്ട് നടന്ന അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ വധശിക്ഷ നൽകണം എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ അടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. എന്നാൽ അതേസമയം തന്നെ പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കാൻ മിടുക്കിയാണ്, അതുകൊണ്ട് തന്നെ 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വരുത്തണം എന്ന് തന്നെയായിരുന്നു ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞ വാദം എന്ന് പറയുന്നത് ഈ പഠിക്കാൻ മിടുക്കിയാണ് എന്നതുകൊണ്ട് കാര്യമല്ല, ആ പഠനം മറ്റും ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ കൊലപ്പെടുത്താം അല്ലെങ്കിൽ ഇന്റർനെറ്റിലും മറ്റും സെർച്ച് ചെയ്തത് ഇത്തരത്തിൽ ഓവർഡോസ് കൊടുത്താൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എങ്ങനെ മരണപ്പെടും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഇന്റർനെറ്റിൽ അടക്കം തന്നെ ഈ പ്രതിയായിട്ടുണ്ടായിരുന്ന ഗ്രീഷ്മ തിരഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണോ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രോസിക്യൂഷൻ അടക്കം ഈ കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഓരോ കാര്യത്തിനും മറുപടിയായി തന്നെ പ്രോസിക്യൂഷൻ ഈ വാദങ്ങൾ നിരത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ പ്രണയബന്ധത്തെ ചതിക്കുന്ന അല്ലെങ്കിൽ ഒരു യുവാവിനെ മാത്രമല്ല, യുവാവിന്റെ പ്രണയത്തെ കൂടിയാണ് ചതിക്കുന്നത്, ചെകുത്താന്റെ സ്വഭാവമാണ്, ദയ അർഹിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിലടക്കം അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇന്നൊരു വിധി എന്തായാലും വരിക. എന്തായാലും ഷാരോണിന്റെ കുടുംബം അടക്കം തന്നെ അല്പസമയത്തിനകം തന്നെ ഈ കോടതിയിലെത്തും. 11 മണിയോടുകൂടി തന്നെ ഈ വിധി വരുമ്പോൾ ഇനി എന്താണ് വിധി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. ഇരട്ട ജീവപര്യന്തം വേണം അല്ലെങ്കിൽ വധശിക്ഷ വേണമെന്ന് തന്നെയായിരുന്നു ഈ പ്രോസിക്യൂഷനും കൂടാതെ ഈ ഷാരോണിന്റെ കുടുംബം അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങൾ, അതായത് ഈ പഠിക്കണമെന്ന ആവശ്യം അടക്കം ഉള്ളത് പരിശോധിക്കും, അല്ലെങ്കിൽ അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷം ഇനി എന്തായിരിക്കും വിധി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി എന്തായാലും നിലനിൽക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ ഏകദേശം 11 മണിയോടുകൂടി തന്നെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കും. ആദ്യത്തെ കേസായി തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രീഷ്മയെ എന്തായാലും എത്തിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എന്താണ് ഈ കേസിൽ ശിക്ഷ നൽകുക എന്നത് തന്നെയാണ് ആതിര. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസിലെ നാൾവഴികൾ തന്നെയാണ്. 2022 സംഭവം ഉണ്ടായിരുന്നത്. 2 വർഷത്തിനു ശേഷമാണ് ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നത്. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത്. നിർണായകമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം ആസൂത്രണമായിട്ടുള്ള ഒരു കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാണ് പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത്.
തീർച്ചയായും പ്രധാനമായും ഈ നാൾവഴികൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. 2021 ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. തുടർന്ന് 2022 ഒക്ടോബർ 25-നാണ് ഷാരോൺ കൊല്ലപ്പെടുന്നത്. ഈ കൊലപാതകം നടന്ന് 2 വർഷത്തിനു ശേഷമാണ് ഈ കേസ് ഇത്തരത്തിൽ പരിഗണിക്കുന്നത്. ഈ കുറ്റക്കാരാണെന്ന് ഗ്രീഷ്മയും മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. ഇന്ന് കേസിൽ ശിക്ഷ അല്ലെങ്കിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്നാണ് വിധിക്കുന്നത്. ഈ പ്രതിയായിട്ടുണ്ടായിരുന്ന ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ വർഷങ്ങളായി ഉള്ള പ്രണയമായിരുന്നു. അതിൽ നിന്ന് പ്രണയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സമയത്താണ് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരുന്നത്. അതൊരു സൈനികന്റെ വിവാഹാലോചനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രണയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണമെന്നുള്ളൊരു ശ്രമം നടത്തുന്നു. നിരവധി തവണ ഷാരോണിനോട് ഇതുമായി സംസാരിക്കുന്നു. എന്നാൽ ഷാരോൺ അതിനോട് തയ്യാറാകുന്നില്ല. ഈ പ്രണയത്തിൽ നിന്ന് ഒഴിയാൻ ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധിച്ചെങ്കിലും ഷാരോൺ അതിന് തയ്യാറാകുന്നില്ല. ആദ്യം ഇത്തരത്തിൽ ജ്യൂസിൽ പാരസെറ്റമോൾ നൽകി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അത് പരാജയപ്പെടുന്നു. അതിനുശേഷം പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നു. കഷായത്തിൽ വിഷം നൽകി കുടിക്കാൻ നൽകുന്നു. അതിനുശേഷം അവശതയിലായ ഛർദിയും അവശതയും മൂലം ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. ഏകദേശം 11 ദിവസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. തുടർന്ന് ഈ മജിസ്ട്രേറ്റ് അടക്കം മരണമൊഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അതിനുശേഷം പിതാവിനോടും സുഹൃത്തിനോടുമാണ് ഗ്രീഷ്മ തന്നെ ചതിച്ചു എന്ന കാര്യം ഷാരോൺ വെളിപ്പെടുത്തുന്നത്. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തന്നെ നടന്നു പോകുന്നത്. ഈ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആദ്യം പാറശാല പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നു. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നു. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നു. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വിഷം മറ്റും കണ്ടെത്തുന്നു. അമ്മാവനും അമ്മയും ഇതിൽ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം തന്നെ കണ്ടെത്തുന്നു. തുടർന്ന് ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 1 വർഷത്തോളം ഗ്രീഷ്മ ജയിലിൽ കഴിയുന്നു. അതിനിടയിലായി ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് ഈ പോലീസിനോട് ഈ കാര്യം വ്യക്തമാക്കുന്നത്. താൻ തന്നെയാണ് ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് 2 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണകൾ കൂടാതെ കേസ് അന്വേഷണം